നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുതൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ, എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം 16-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ബൈബിളിൽ ഒട്ടനവധി വാഗ്ദത്തങ്ങളുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ വായിച്ചാൽ വാഗ്ദത്തങ്ങളുടെ ഒരു നിര തന്നെ കാണാൻ കഴിയും. എന്നാൽ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദത്തം ഏത് എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തമാണ്. എന്താണിത് ഏറ്റവും വിലപ്പെട്ടതെന്ന് പറയാൻ കാര്യം? പരിശുദ്ധാത്മാവില്ലാതെ ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയത്തേയില്ല. പാപത്തിൽ നിന്ന് വേറിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ തീരൂ. അതാണ് ഇവിടെ പറയുന്നത്, സത്യത്തിൻ്റെ ആത്മാവെന്നൊരു മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പം നമ്മൾ സത്യം ചെയ്യുന്ന വ്യക്തികളായി മാറുകയാണ്. കാര്യം നമ്മുടെ കൂടെ നിന്ന് വരുന്ന ആത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒത്തിരി നാമകരണം ചെയ്തു പറയാറുണ്ട്. സ്നേഹത്തിൻ്റെ ആത്മാവ്, സന്തോഷത്തിൻ്റെ ആത്മാവ്, ക്ഷമയുടെ ആത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ്. സത്യത്തിൻ്റെ ആത്മാവ് എന്ന് സൂചിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാപം ചെയ്യാതെ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. സകല സത്യത്തിലും വഴി നടത്തുന്ന ആളാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഇവിടെ യേശു കർത്താവ് താൻ പിതാവിൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് ആ ദിവസങ്ങളിൽ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാഗ്ദത്തമാണ് 18-ാം വാക്യം പറഞ്ഞത്: ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, ഞാൻ നിങ്ങളോട് കൂടെയിരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു, നിങ്ങളെ വചനം പഠിപ്പിച്ചു, പല കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ഞാനിപ്പം പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യത്തില്ല, നിങ്ങളെ അനാഥരായി വിടത്തില്ല.
ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മളെ അനാഥരായി വിടാത്തത്, ഒരിക്കലും കൈവിടാത്തത്. അപ്പോൾ ഇപ്പം നമ്മളെ ആരാണ് വഴി നടത്തേണ്ടത്? വഴി നടത്തുന്നത് ആരാണ്? പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ എന്നെയും നിങ്ങളെയും വഴി നടത്തും. പെന്തക്കോസ്ത് നാൾ ശിഷ്യന്മാർ ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഒരു മനസ്സോടെ കൂടിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ നടുവിൽ ഇറങ്ങി വന്നു, അഗ്നിനാവായി ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ മഹത്വം അവരുടെ നടുവിൽ ഇറങ്ങി വന്നു, ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും ആത്മാവിൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവ് തീയായി വന്നപ്പോൾ ഓരോ വ്യക്തിയുടെ മേൽ പ്രത്യേകം തീ വരികയാണ് ചെയ്തത്, എല്ലാവർക്കും വേണ്ടത്. എന്ന് പറഞ്ഞാൽ സകലവരെയും സത്യത്തിൽ വഴി നടത്താൻ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെയുണ്ട്. അപ്പോൾ കർത്താവ് 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തു. ഈ കൽപ്പനകളെ കാക്കണമെന്നുണ്ടെങ്കിൽ, കർത്താവ് പറഞ്ഞ കാര്യം കാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വയമേ കഴിയത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. കാര്യം പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് അതിന് സാധിക്കത്തില്ല. അതുകൊണ്ട് എന്നാൽ ഞാൻ പരിശുദ്ധാത്മാവിനെ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കണം. ചെറിയൊരു കാലഘട്ടമല്ല, എന്നും നമ്മളോട് കൂടെ ഇരിക്കാൻ പരിശുദ്ധാത്മാവിനെ തന്നു. അപ്പം നമ്മൾ ഓരോ ദിനവും നമ്മൾ വ്യക്തിപരമായി ഒരാളോട് ചേർന്നാണ് ജീവിക്കുന്നത്. പരിശുദ്ധാത്മാവിന് നമ്മുടെ ഒരു ഭവനത്തിൽ, നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പം ആ ഭവനത്തിൽ പാർക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചോളം, നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് വന്ന് പാർത്തെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഗസ്റ്റിനോട് ചോദിക്കും, വീട്ടിലെ താമസം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന പോലെ നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവ് വാസമായിട്ട്, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമെന്ന് വിശുദ്ധ വേദോസം പറയുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ടോ പരിശുദ്ധാത്മാവ് എങ്ങനെയിരിക്കും? അപ്പം തന്നെ പരിശുദ്ധാത്മാവ് വന്ന നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റം സംഭവിച്ചു? ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ പ്രവചിക്കുന്നവരും പുതിയൊരു ആൾ മാറിയതുപോലെ ആകുമെന്ന് തിരുവചനം പറയുന്നു. വ്യക്തിയായി മാറും. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എന്ത് വ്യത്യാസം വരുത്തും? ദിനംതോറും പരിശുദ്ധാത്മാവ് നമ്മളെ പുതുക്കി രൂപാന്തരപ്പെടുത്തും. ഞാനിങ്ങനെ ഒരു അത്ഭുതകരമായ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ഒരു വലിയ ബിസിനസ്സുകാരൻ എന്നുവെച്ചാൽ ജോലി ചെയ്യുന്ന ആളാണ്, വലിയ കമ്പനി ജോലി ചെയ്യുന്ന ആളാണ്. ആ കമ്പനിക്ക് വേണ്ടി വലിയ ഓർഡേഴ്സൊക്കെ പിടിക്കുമ്പം ഇതിൻ്റെ കമ്മീഷനായി ലക്ഷക്കണക്കിന് രൂപ മാസം വരുമാനം ലഭിച്ചുകൊണ്ടിരുന്ന ഒരാൾ പരിശുദ്ധാത്മാവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളം ഒഴിച്ച് ബാക്കി കിട്ടുന്ന തുകയൊന്നും വേണ്ടാന്നൊരു സുപ്രഭാതത്തിൽ തീരുമാനമെടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ബിസിനസ് എന്ന് വെച്ചാൽ കമ്പനിയുടെ ബിസിനസ്സിൽ മുമ്പ് വന്ന ആളുകളോട് ടെൻഡറൊക്കെ സ്വീകരിക്കുമ്പോൾ ഈ കമ്മീഷൻ ഒരു പറക്കിന് ഇത്ര ലക്ഷം രൂപയുടെ കമ്മീഷനൊക്കെ വരുന്നത്. അപ്പോൾ ആ കമ്മീഷൻ ഇദ്ദേഹത്തിന് എഴുതുമ്പം മുമ്പ് വന്ന അവിശ്വാസികളായ ആളുകളോട്, ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളുകളോട് ഇങ്ങനെ പറഞ്ഞു, ഇന്നു മുതൽ എനിക്ക് അങ്ങനെയുള്ള കമ്മീഷൻ എൻ്റെ പേരിൽ എഴുതേണ്ട, അതുകൂടെ കമ്പനിയുടെ ആ പ്രോഫിറ്റിനകത്ത് കൂട്ടിയാൽ മതി. അപ്പോൾ വന്ന ആളുകൾ ചോദിച്ചു, എന്തോ പറ്റി ഇതുവരെ താങ്കൾക്കില്ലാത്തൊരു വ്യത്യാസം? അദ്ദേഹം ബൈബിൾ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഈ ബൈബിൾ എന്നെ രൂപാന്തരപ്പെടുത്തി. ബൈബിളിൽ പറയുന്ന പരിശുദ്ധാത്മാവ് എന്നെ സ്പർശിച്ചു, എനിക്ക് വ്യത്യാസം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അവരെ എഴുന്നേറ്റ് നിന്ന് ആ ആളുകൾ ദൈവത്തിന് മഹത്വം കൊടുത്തു. കാര്യം ഇതൊന്നും വിശ്വസിക്കാത്ത ആളുകൾ ദൈവത്തിൻ്റെ വിശ്വാസത്തിലേക്ക് വരാൻ അത് മുഖാന്തരായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തം നമുക്ക് ലഭിച്ചിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ, കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തു. ദൈവവചനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കാക്കാൻ, ഒരു നല്ല ജീവിതം നയിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അപ്പം പരിശുദ്ധാത്മാവിനെ നമുക്ക് പിതാവിനോട് ചോദിച്ച് ആ സത്യത്തിൻ്റെ ആത്മാവിനെ നമ്മോടുകൂടെ എന്നേക്ക് ഇരിക്കേണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ആർക്കാണ് ആവശ്യം? പരിശുദ്ധാത്മാവ് ഒരു വിശുദ്ധനല്ല പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നത്,
ഒരശുദ്ധനായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വിശുദ്ധനായി തീരാൻ പരിശുദ്ധാത്മാവിൻ്റെ സാമീപ്യവും സാന്നിധ്യവും ഇടയാകും. നമുക്കും ദിനംതോറും അങ്ങനെ വിശുദ്ധരായി തീരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിൽ നിന്നും ആവശ്യമില്ലാത്തത്, ദൈവഹിതമല്ലാത്തത് എടുത്തു കളയാൻ പരിശുദ്ധാത്മാവിനോട് നമുക്ക് ആവശ്യപ്പെടാം. അങ്ങനെ സത്യത്തിൻ്റെ ആത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് തന്ന ഏറ്റവും വിലയേറിയ വാഗ്ദത്തത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തന്നിരിക്കായി സ്തോത്രം. ആ പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവ്, ആ സത്യത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കണേ. കേൾക്കുന്ന ഓരോ രോഗികളും യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയ ഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി.